ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ പർച്ചേസിങ് വീഡിയോയാണ്. മിതാലിയുടെ സ്കൂൾ നോക്കാൻ കുറച്ച് ദിവസങ്ങളുടെ ഉണ്ട്, എങ്കിലും നേരത്തെ അങ്ങ് പർച്ചേസ് ചെയ്ത് വെക്കുവാണ്. ഗ്ലോബൽ ഈദ് മാർക്കറ്റ് ബുക്ക് സ്റ്റാള് കായംകുളം, ഇവിടെ നിന്നാണ് എല്ലാ പ്രാവശ്യവും മിതാലിക്ക് ബാഗും ബുക്കും എല്ലാം വാങ്ങിക്കുന്നത്. ഇപ്രാവശ്യം ചേട്ടൻ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ പർച്ചേസ് അങ്ങ് നടത്താമെന്ന് വിചാരിച്ച് പോയതാണേ. പിന്നെ മിതാലിയുടെ സ്കൂളിൽ നിന്ന് ലിസ്റ്റ് തരും, ഇത്ര ബുക്ക് 4 ലൈൻ 2 ലൈൻ 1 ലൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഇച്ചിരി എളുപ്പമാണ്, നമ്മൾ ആ ലിസ്റ്റ് അനുസരിച്ചാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഈ കട കായംകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത കട തന്നെയാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും ഈ ബുക്ക് സ്റ്റാളിലുണ്ട്. ഒത്തിരി സ്റ്റാഫുകളും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് അവിടെ ചെന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് അവിടുത്തെ പിള്ളേരെല്ലാം നല്ല നല്ല സഹകരണം. അന്നേരം പെട്ടെന്ന് നമ്മൾ പറയുന്ന സാധനങ്ങൾ നമുക്ക് എടുത്തു തരുവേ. അവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് എപ്പോൾ ചെന്നാലും. ഇതായിരിക്കും തട്ടമൊന്നും വേണ്ട, ഒരു ചെറിയ തട്ടം എടുത്തിട്ടുണ്ട്. ഇതാല് ആകെ എല്ലാം ഒന്ന് നോക്കുകയാണ്. അവിടെ എല്ലാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ബർത്ത്ഡേയുടെ ആവശ്യമായ സാധനങ്ങൾ, തയ്യലിന് ആവശ്യമായ സാധനങ്ങൾ, അങ്ങനെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും അവിടെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ റബ്ബർ, കട്ടർ, പെൻസിൽ, പല പല കമ്പനികളുടെയും പല പല സ്റ്റൈലിൽ എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ വർഷവും ഞാൻ അങ്ങനെ അധികം ഒന്നും വാങ്ങിക്കാറില്ല, എന്നാലും തുടക്കം കുറച്ച് റബ്ബറും പെൻസിലും കട്ടറും ഇതാണ് മെയിനായിട്ട് കുറച്ച് വാങ്ങിച്ച് വെക്കുന്നത്. അത് ഒന്നെങ്കിൽ കളഞ്ഞിട്ട് വരുമോ അല്ലെങ്കിൽ പെട്ടെന്നാണ് തീരുന്നത്. അതുകൊണ്ട് അത് മാത്രം ബാഗൊന്നും മതി എന്നൊക്കെ പറഞ്ഞ് പെൻസിൽ റബ്ബറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പർച്ചേസൊക്കെ വളരെ കുറച്ചാണ്. അങ്ങനെ വീട്ടിൽ വന്നെല്ലാം ഒന്ന് എടുത്ത് കാണിക്കുകയാണ്. ഇതാണ് ബാഗ് വാങ്ങിച്ചത്. ഇതിനകത്ത് 1000 സംതിങ് ആയിരുന്നു വില. ഇതിന് 789 രൂപയാണ് ഈ ബാഗിൻ്റെ വില. മിതാലിക്ക് ഇഷ്ടപ്പെട്ട കളറും യൂണിക്കോണും ആയതുകൊണ്ട് ഈ ബാഗ് വാങ്ങിച്ചത്. കഴിഞ്ഞ വർഷം ബാർബിയുടെ ആയിരുന്നു ബാഗ്, ഇപ്രാവശ്യം യൂണിക്കോണായി. അതൊരു ബ്ലൂ ഷെയ്ഡാണ്. പുറവശത്തും എല്ലാം പടങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറവും വെള്ളം വെക്കാനുള്ള ഉറയും ഉണ്ട്. നല്ല കളർ കോമ്പിനേഷനൊക്കെയാണ്, പക്ഷെ പെട്ടെന്ന് കളറ് അഴുക്ക് പിടിക്കാനും സാധ്യതയുണ്ട്. പിന്നെ ഇത്രയും റബ്ബറാണ് വാങ്ങിച്ചത്. റബ്ബറും പെൻസിലും കട്ടറും ഒക്കെ വേറെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് 5 എണ്ണം വെച്ച് വാങ്ങിച്ചത്. പിന്നെ കട്ടർ എക്സ്ട്രാ ഒന്നുകൂടെ വാങ്ങിച്ചു, ആ വയലറ്റ് കളറിലെ. പിന്നെ എല്ലാ പ്രാവശ്യവും വാങ്ങിക്കുന്ന പെൻസിൽ അപ്സര പെൻസിലാണ്. അപ്സര പെൻസിൽ നല്ല ഡാർക്ക് കളറാണ്. അതിനകത്ത് 10 പെൻസിലാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു റബ്ബറും കട്ടറും ആ പാക്കറ്റ് ഉണ്ട്. നല്ല തെളിച്ചമുള്ളതാണ്. പിന്നെ 2 സ്കെയിൽ വാങ്ങിച്ച്. പിന്നെ ഇതൊരു പെൻ വാങ്ങിച്ച്. ആ പെന്ന് ഒരു പ്രത്യേകത പെന്നാണ്, അതുകൊണ്ട് എഴുതുമ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. ആ എഴുതി കഴിഞ്ഞ് അതിനകത്തൊരു ടോർച്ച് പോലുണ്ട്. ആ ടോർച്ച് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എഴുതിയത് എന്തുവാന്ന് തെളിഞ്ഞ് കാണാം. പിന്നെ 2 പേന വാങ്ങിച്ച്. പിന്നെ ഒരു മാർക്കർ പെന്ന് വാങ്ങിച്ച്. പിന്നെ ഒരു സ്റ്റാപ്ലിയർ വാങ്ങിച്ച് അതിൻ്റെ പിന്നുമായിട്ട്. പിന്നെ ഒരു ഫെവിക്കോൾ വാങ്ങിച്ച്. ഇതൊക്കെ ഒരു കരുതൽ പോലെ വാങ്ങിച്ച് വെച്ചേക്കും, പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വരുമ്പോൾ പോയി വാങ്ങിക്കണ്ടല്ലോ. പിന്നെ ഒരു ഫെവിക്വിക്ക് വാങ്ങിച്ച്. ഇതൊക്കെ നമ്മളൊരു കരുതൽ, കടയൊക്കെ പിന്നെ രാത്രിയിലൊരു ആവശ്യം വരുവാണെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു ഗിൽറ്റർ 2 പേപ്പർ വാങ്ങിച്ച്. ഇത് വേറെ വേലുണ്ടാക്കാനുള്ളതാണ്. പിന്നെ
മുത്ത് ഇങ്ങനെ ഈ സാധനം വാങ്ങിച്ച് അതിന് 25 രൂപയാണ്. എന്നിട്ട് ഇത് മുത്ത് പോലത്തെയാണ്. പിന്നെ ബുക്കൊക്കെ സെറ്റായിട്ടങ്ങ് എടുത്ത്, അത് മാത്രം ഒരു സെറ്റായിട്ടങ്ങ് എടുത്ത്. അതിന് 5 ബുക്ക് മതിയായിരുന്നു. പിന്നെ ചേട്ടൻ പറഞ്ഞ സെറ്റായിട്ടങ്ങ് വാങ്ങിക്കാൻ. പിന്നെ 2 ലൈന് 1 ലൈന് ഒരു റഫ് ബുക്കും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ക്ലാസ്മേറ്റിൻ്റെ പേപ്പർ ഗ്രിഡിൻ്റെയൊക്കെയാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതാണ് മാത്സിനുള്ള ബുക്ക്. ഇത് ടെസ്റ്റ് പേപ്പർ ബുക്ക് അല്ല, ഇത് 2 ലൈൻ ബുക്കാണ്. ഇത് ഹിന്ദി മലയാളത്തിനൊക്കെ ഉള്ളതാണ്. ഇത് 1 ലൈൻ ടെസ്റ്റ് പേപ്പർ ബുക്കാണ്. അതൊരു 5 എണ്ണം വേണമായിരുന്നു. അങ്ങനെ ഇതൊക്കെ മിതാലി തന്നെ അമ്മ ഇതോരോന്നും കാണും, ഇത് വെറൈറ്റി പടങ്ങളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തത് കാണിക്കുന്നത്. പിന്നെ ബോട്ടിൽ വാങ്ങിച്ച്, ഒരുപാട് ബോട്ടിൽ കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മിതാലിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. പിങ്ക് പിന്നെ നമ്മുടെ ഫേവറേറ്റ് കളറാണല്ലോ. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഇത് മതി, ഇതാകുമ്പം നല്ലതാണല്ലോ എന്ന്. പിന്നെ ഒരു ചെറിയ തട്ടം വാങ്ങിച്ച്, എന്തെങ്കിലും തോരനോ മോരോ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിടാമല്ലോ. പിന്നെ സെല്ലോ ടേപ്പ് വാങ്ങിച്ച്, ഗ്ലിറ്ററിൻ്റെ ആ ടേപ്പ് വാങ്ങിച്ചു. അങ്ങനെ പർച്ചേസ് എല്ലാം ഇത്രയേ ഉള്ളായിരുന്നു. ഇത്രയും സാധനം വാങ്ങിച്ച് ഏകദേശം ഒരു 2000 സംതിങ് രൂപയുടെ സാധനം, 2524 രൂപയുടെ സാധനം വാങ്ങിച്ചു. ഇത്രയാണ് ഈ വർഷത്തെ പർച്ചേസുകൾ. ഇനി എന്തെങ്കിലുമൊക്കെ മറന്നത് പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വാങ്ങിക്കണം. ബൈ ടാറ്റാ.